ഇനി നമുക്ക് മോളിക്കുലാരിറ്റി എന്നൊരു കൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്. മോളിക്കുലാരിറ്റി എന്ന് പറയുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൽ എത്ര മോളിക്യൂൾസ് കൊളൈഡ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് വിളിക്കുന്നത്. നമ്പർ ഓഫ് റിയാക്ടൻസ് കൊളൈഡിങ് സൈമിൾട്ടേനിയസ്ലി ടു ഫോം ദ പ്രൊഡക്ട്സ്, ഇതിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മളൊരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ NH4 NO2 gives N2 plus 2H2O. ഇതിൽ ഈ റിയാക്ടൻ സൈഡിൽ എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് നോക്കുക, 1 ആണ്. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലാരിറ്റി നമ്മൾ 1 ആണെന്ന് പറയും. അപ്പോൾ ഇവിടെ മോളിക്കുലാരിറ്റി വരുന്നത് 1 ആണ്. അങ്ങനെ മോളിക്കുലാരിറ്റി 1 ആണെങ്കിൽ അത് നമുക്ക് യൂണി മോളിക്കുലാർ റിയാക്ഷൻ എന്ന് വിളിക്കാം. അടുത്തത് ഇപ്പോൾ നമ്മളൊരു മറ്റൊരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ H2 plus I2 gives 2HI എന്നാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ റിയാക്ടൻ സൈഡിൽ 2 മോളിക്യൂൾസ് ആണുള്ളത്. അപ്പോൾ അവിടെ മോളിക്കുലാരിറ്റി വരുന്നത് എത്രയാണ്? 2 ആണ് വരുന്നത്. അതേപോലെ ഇപ്പോൾ നമ്മൾ മറ്റൊരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ ബൈ മോളിക്കുലാർ റിയാക്ഷൻ എന്നും പറയാം. അപ്പോൾ നമ്മൾ അതേപോലെ മറ്റൊരു റിയാക്ഷൻ നോക്കുകയാണ്. 2NO plus O2 gives 2NO2. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2 + 1 3 മോളിക്യൂൾസ് ആണ് വരുന്നത്. ഈ റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി വരുന്നത് 3 ആണ്. അപ്പോൾ നമ്പർ ഓഫ് റിയാക്ടൻസ് കൊളൈഡിങ് സൈമിൾട്ടേനിയസ്ലി ടു ഫോം പ്രൊഡക്ട്സ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോളിക്കുലാരിറ്റി. നമ്മൾ ഈ മോളിക്കുലാരിറ്റി പറയുമ്പോൾ മോളിക്കുലാരിറ്റി ഇപ്പോൾ നമുക്ക് 1 വന്നു, 2 വന്നു, 3 വന്നു. ഈ 3യേക്കാൾ കൂടിയ ഒരു മോളിക്കുലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആ റിയാക്ഷൻ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ കോംപ്ലക്സ് റിയാക്ഷനിൽ അത് അപ്ലൈ ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. നമുക്ക് നോക്കാം. 3നേക്കാൾ കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും? കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. 3നേക്കാൾ കുറവാണെങ്കിൽ അത് എലമെൻ്ററി റിയാക്ഷൻ ആവാം, അല്ലെങ്കിൽ കോംപ്ലക്സ് റിയാക്ഷൻ ആവാം. അപ്പോൾ എന്തായാലും നമുക്ക് 3നേക്കാൾ കൂടുകയാണെങ്കിൽ അതുകൊണ്ട് വലിയ ഒരു കാര്യമില്ല, മീനിങ്ലെസ് ആണെന്ന് പറയാം. ഇനി ഇത് ഒരു 3നേക്കാൾ കുറവാണെങ്കിൽ അത് എലമെൻ്ററി റിയാക്ഷൻ ആണെങ്കിൽ ആ മോളിക്കുലാരിറ്റി അതിൻ്റെ ഓർഡറായിട്ട് മാറും. അപ്പോൾ നമുക്ക് എലമെൻ്ററി റിയാക്ഷനിൽ അല്ലെങ്കിൽ മോളിക്കുലാരിറ്റി 3നേക്കാൾ കുറവാകുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ ഇത് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ മോളിക്കുലാരിറ്റി 3നേക്കാൾ കൂടുതൽ വന്നാൽ എലമെൻ്ററി റിയാക്ഷൻ ആണെങ്കിൽ അവിടെയും നമുക്ക് മോളിക്കുലാരിറ്റി എടുത്തിട്ട് പോവാം. പക്ഷെ അതിൽ എന്ത് വേണമെന്നറിയോ? സ്ലോ സ്റ്റെപ്പ് നമുക്കറിയണം. സ്ലോ സ്റ്റെപ്പിൻ്റെ മോളിക്കുലാരിറ്റി എടുത്തു കഴിഞ്ഞാൽ അതെന്താവും? ഓർഡറായിട്ട് മാറും. അപ്പോൾ ഇതാണ് മോളിക്കുലാരിറ്റി. സിമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇതിലെന്ത് ചെയ്യുമെന്നറിയോ? ഓർഡറും അതേപോലെ തന്നെ മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആരായിരുന്നു ഓർഡർ എന്ന് പറഞ്ഞാൽ? ഓർഡർ എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ റേറ്റ് ഇക്വേഷനിലെ കോൺസെൻട്രേഷന്റെ പവറുകളുടെ സമ്മായിരുന്നു. അതിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. പക്ഷെ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിയാക്ടൻസ് കൊളൈഡിങ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വ്യത്യാസമായിട്ട് പറയാം. അടുത്തത്, ഈ ഓർഡർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരുന്നത്? അത് എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻഡ് ആയിരുന്നു. നമ്മൾ എക്സ്പെരിമെൻ്റ് ഓരോന്നും നടത്തി നോക്കിയിട്ടാണ് ഓർഡർ കണ്ടുപിടിച്ചത്. പക്ഷെ മോളിക്കുലാരിറ്റി നമുക്ക് തിയററ്റിക്കലി കിട്ടുന്ന ഒരു സാധനമാണ്. അടുത്തത് നമുക്കൊരു വ്യത്യാസം പറയാവുന്നത്, ഓർഡർ എന്ന് പറയുന്നത് 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഫ്രാക്ഷൻ ഒക്കെ ആവാം. പക്ഷേ മോളിക്കുലാരിറ്റി എപ്പോഴും എന്തേ ആവുള്ളൂ? പോസിറ്റീവ് മാത്രമേ വരുള്ളൂ. കാരണം എത്ര മോളിക്യൂൾസ് എന്നുള്ളത് പോസിറ്റീവ് ഒരു ഇൻറ്റിജർ ആയിട്ടാണ് വരിക.
ഇനി അതേപോലെ തന്നെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കോംപ്ലക്സ് റിയാക്ഷനിലായാലും ശരി എലമെന്ററി റിയാക്ഷനിലായാലും അത് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അപ്ലിക്കബിൾ ഇൻ കോംപ്ലക്സ് ആൻഡ് എലമെന്ററി റിയാക്ഷൻസ് ആണ് അല്ലേ. പക്ഷേ മോളിക്കുലാരിറ്റി നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു മോളിക്കുലാരിറ്റി 2 ആണെന്ന് കിട്ടിയാൽ ഇത് ഒരു സെക്കൻഡ് ഓർഡർ ആണ് എന്ന് പറഞ്ഞാൽ അത് എലമെന്ററി റിയാക്ഷൻ ആയിട്ടാണ് വരിക. അത് ചില സമയങ്ങളിൽ കോംപ്ലക്സ് ആവാം, അപ്പോൾ നമുക്ക് അവിടെ മാറിപ്പോകും. അപ്പോൾ എലമെന്ററി റിയാക്ഷനിൽ മാത്രമേ നമുക്ക് മോളിക്കുലാരിറ്റി അപ്ലിക്കബിൾ ആയിട്ട് വരുള്ളൂ. ഓർഡർ ഏതിലൊക്കെ അപ്ലിക്കബിൾ ആണ്? എലമെന്ററി റിയാക്ഷനിലും അപ്ലിക്കബിൾ ആണ്, അതേപോലെ തന്നെ കോംപ്ലക്സ് റിയാക്ഷനിലും അപ്ലിക്കബിൾ ആണെന്ന് അർത്ഥം. ഇതാണ് ഓർഡർ മോളിക്കുലാരിറ്റി തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് വേണ്ടത് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഈ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അതൊരു ഹയർ ഓർഡർ റിയാക്ഷൻ ആണെന്ന്, പക്ഷേ അത് ലോവർ ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. അങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. നോക്കും, സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ഞാൻ എന്താ പറഞ്ഞേ, ഹയർ ഓർഡർ ആണെന്ന് തോന്നും, പക്ഷെ എന്തായിരിക്കും? അത് ലോവർ ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. അതിനാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. എക്സാമ്പിൾസ് ഒന്ന് വരുന്നത് അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ആണ്. എസ്റ്ററിന്റെ ഹൈഡ്രോളിസിസ് നോക്കുമ്പോൾ CH3COOCH3 plus H2O in the presence of excess H plus ions ആണ്. എക്സസ് ആയിട്ട് H plus ions ഉണ്ട്. അങ്ങനെയാണെങ്കിൽ CH3COOH plus CH3OH വരുമ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഈ റിയാക്ഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സെക്കൻഡ് ഓർഡർ ആണെന്ന് തോന്നാം, പക്ഷെ അത് ഫസ്റ്റ് ഓർഡർ ആണ്. ഇതിന്റെ കോൺസെൻട്രേഷനെ മാത്രമേ, എസ്റ്ററിന്റെ കോൺസെൻട്രേഷനെ മാത്രമേ റേറ്റ് എന്ത് ചെയ്യുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. കാരണം അവിടെ വാട്ടർ നമ്മൾ ആഡ് ചെയ്താൽ അവിടെ H plus ions ഒരുപാടുണ്ട്, എക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ഇതിന്റെ കോൺസെൻട്രേഷനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് ഹയർ ഓർഡർ ആണെന്ന് തോന്നും, പക്ഷെ അതെന്താണ്? ലോവർ ഓർഡർ ആണ്. ഇതിനെയാണ് നമ്മൾ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്യൂഡോ ഓർഡർ റിയാക്ഷന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ആണ്. മറ്റൊരു എക്സാമ്പിൾ അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ് ആണ് വരുന്നത്. സൂക്രോസ് C12H22O11 ഇത് നമ്മൾ ഹൈഡ്രോളിസിസിന് വിധേയമാകുമ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് എക്സസ് H plus ions ആണ്. അപ്പോൾ നമുക്ക് C6H12O6 പ്ലസ് ഇത് രണ്ടെണ്ണം കിട്ടും. ഇവിടെ നമുക്ക് തോന്നുന്നത് രണ്ടാണ് ഓർഡർ എന്നാണ്, പക്ഷെ റേറ്റ് വീണ്ടും ഇതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സ്യൂഡോ ഓർഡർ റിയാക്ഷന്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് പഠിച്ചു വെച്ചത്. ഒന്ന് ആരെയും അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ആണ്, അടുത്ത വന്നത് അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ് ആണ് നമ്മൾ പഠിച്ചത്. ഹയർ ഓർഡർ ആണെന്ന് തോന്നും, പക്ഷേ ലോവർ ഓർഡർ ആയിരിക്കും. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. അതൊരു ഡിഫറൻഷ്യൽ ഫോമിലാണ്. അപ്പൊ അതിന് നമ്മൾക്ക് കോൺസെൻട്രേഷനോ ടൈമോ വേർതിരിച്ചെടുക്കണമെങ്കിൽ ആര് വേർതിരിച്ചെടുക്കണം? കോൺസെൻട്രേഷൻ എത്രയാ, ടൈം എത്രയാ എന്ന് വേർതിരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വരുന്ന ഇക്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അപ്പോൾ നമ്മളെ ഹെഡിങ് വരുന്നത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. നമുക്കതിൽ സീറോ ഓർഡർ ആദ്യം ഒന്ന് നോക്കാം. സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ് വരിക? നമുക്ക് ആദ്യം അറിയാം, സീറോ ഓർഡർ എന്ന് പറഞ്ഞാൽ
അപ്പോൾ നമ്മൾ റേറ്റിന്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമുക്ക് അത് 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റേറ്റിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? റേറ്റ് ഈക്വൽ ടു കെ എന്നേ വരുള്ളൂ. കോൺസെൻട്രേഷൻ റേസ്ഡ് 0 എത്രയാവും? 1 ആയിട്ട് മാറും. പക്ഷേ റേറ്റിന് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമുക്കറിയാലോ. ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? മൈനസ് dr/dt ഈക്വൽ ടു കെ എന്ന് എഴുതി കൂടെ എഴുതാം. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതാണ് എല്ലാത്തിലും സ്റ്റെപ്പ്. ആദ്യം ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഇവിടെ 1 കൊടുക്കും, അടുത്ത ഇക്വേഷൻ എടുക്കും. എന്നിട്ട് ഇതൊന്ന് മാറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് പോവുക. 2 ആണെങ്കിൽ അടുത്ത ഇക്വേഷൻ എഴുതും. ഇതാണ് എല്ലാത്തിലും ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ആകെ വരുന്നത് ഇവിടെ എത്രയേ ഉള്ളൂ. ഒന്ന് ഇന്റഗ്രൽ ഡി എക്സ് ആരാ? എക്സ് ആണ്. അടുത്ത ഇന്റഗ്രൽ എക്സ് റൈസ്ഡ് എൻ ഡി എക്സ് ആരാ? എക്സ് റൈസ്ഡ് എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. അടുത്ത ഇന്റഗ്രൽ 1/x dx ആരാ? ലോഗ് എക്സ് അല്ലേ? ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ ടു ദ ബേസ് ഇ ആണ്, അല്ലെങ്കിൽ നമുക്ക് ലോൺ എക്സ് എന്നും എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇത്ര മാത്രമേ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വരുള്ളൂ കേട്ടോ. ഈ ഇക്വേഷൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഡി ടിയും മൈനസും അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇന്റഗ്രൽ dr ഈക്വൽ ടു മൈനസ് കെ ഡി ടി, dr ഈക്വൽ ടു മൈനസ് കെ ഡി ടി എന്ന് വരും. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാം. രണ്ട് ഭാഗത്തും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടൈമിന്റെ ലിമിറ്റ് നോക്കൂ, ഞാൻ കൊടുക്കുന്നത് 0 to t ആണ്. അങ്ങനെയാണെങ്കിൽ dr നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 ടു ഫൈനൽ കോൺസെൻട്രേഷൻ R. ഇതാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ ഇന്റഗ്രൽ ഡി ആർ ആരാ? ആർ. ഇന്റഗ്രൽ ഡി ടി ആരാ? ടി. കാരണം കെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഡി ആർ വരുന്നത് ആർ ആണ്. അതിന്റെ ലിമിറ്റോ R0 ടു ആർ ആണ്. ഈക്വൽ ടു മൈനസ് കെ കോൺസ്റ്റന്റ് ആണ് ടി. അതിന്റെ ലിമിറ്റോ 0 ടു ടി ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ മൈനസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈക്വൽ ടു മൈനസ് കെ ടി. കാരണം അടുത്ത ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനൊരു ഇക്വേഷൻ ആക്കി എഴുതാൻ പോവാം. ഫൈനൽ കോൺസെൻട്രേഷൻ ആർ ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് കെ ടി ഉണ്ട്. അത് നമുക്ക് ആ മൈനസ് കെ ടി ഒന്ന് ആദ്യം എഴുതാം. അതിലൊരു വേറെ ഒരു ആവശ്യമുള്ളതുകൊണ്ടാണ് ഗ്രാഫ് വരക്കാൻ. അപ്പോൾ നമുക്ക് മൈനസ് കെ ടി പ്ലസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇതാണ് വരിക. ഇതിൽ നമ്മൾക്ക് ഇപ്പൊ എന്താ സംഭവിച്ചത് എന്നറിയോ? ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ കാണാനുള്ള ഇക്വേഷൻ കിട്ടി. എന്താ ഇക്വേഷൻ ആയത്? ആർ ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് R0. ഇത് ഏതുപോലെയാണെന്നറിയോ നിങ്ങൾക്ക്? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി പോലെയാണ്. അതൊന്ന് ഓർത്ത് വെച്ചാൽ നന്നാവും. കാരണം ഗ്രാഫ് വരക്കേണ്ടതായിട്ടുള്ള ആവശ്യം നമുക്കുണ്ട്. വൈയിലാരാ കോൺസെൻട്രേഷൻ, എക്സിലാരാ ടൈം. അവിടെ y ഇന്റർസെപ്റ്റ് വരുന്നത് R0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ടൈമിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, കോൺസെൻട്രേഷന്റെ ഇക്വേഷൻ വേണം, ടൈമിന്റെ ഇക്വേഷൻ വേണം. ടൈമിന്റെ ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ ഈ മൈനസ് കെ ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ ഇക്വേഷൻ വരിക ടൈം ഈക്വൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 മൈനസ് ഫൈനൽ കോൺസെൻട്രേഷൻ R ഡിവൈഡഡ് ബൈ K. ഇതാണ് ടൈമിന്റെ ഇക്വേഷൻ വരിക. അപ്പോൾ നമുക്ക് ടൈമിന്റെ ഇക്വേഷനും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്തൊരു കാര്യമുണ്ട്. ഇപ്പൊ രണ്ട് ഇക്വേഷൻ ആയി കേട്ടോ. ഇങ്ങനെ ഓരോ ഇക്വേഷൻസ് നമുക്ക് ഓരോ ഓർഡറിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കാര്യം നോക്കാം.
ഹാഫ് ലൈഫ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ടി ഹാഫ് എന്നാണ് നമ്മൾ കാണിക്കുക. നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ, ആ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റിയാക്ട് ചെയ്തിട്ട് കുറഞ്ഞു വരും. അത് കുറഞ്ഞു വന്നിട്ട് പകുതിയാവണം, എക്സാക്ട് പകുതി ആവാൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ കൊടുക്കുമ്പോൾ ഇനീഷ്യൽ R0 ഫൈനൽ R അല്ലേ, അത് R0/2 ആവാനുള്ള ടൈമാണത്. അപ്പോൾ ഇവിടെ R0/2 എന്ന് കൊടുക്കുക. R0 മൈനസ് R0/2 എത്രയാ? R0/2K എന്ന് വരും. അപ്പോൾ ടി ഹാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ കിട്ടുക R0/2K എന്നാണ് വരിക. അപ്പോൾ ഞാൻ മൂന്നാമതൊരു ഇക്വേഷനും കൂടെ ഉണ്ടാക്കി. ഒന്നായിരുന്നു കോൺസെൻട്രേഷൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ അടുത്തത് നമ്മൾ ഉണ്ടാക്കിയത് ടൈമിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹാഫ് ലൈഫ് ഉണ്ടാക്കി. ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യാമെന്നറിയോ? കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം ഉണ്ടാക്കി നോക്കാം. കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഇനീഷ്യൽ കുറഞ്ഞു പോയിട്ട് അവസാനം കംപ്ലീറ്റ് ആവുമ്പോൾ എത്രയാവും? 0 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ത് കൊടുക്കുക? 0 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ R0/K ആയിരിക്കും. അപ്പോൾ അതും നമുക്ക് ആയി. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മൾ ഓരോ റിയാക്ഷനിലും ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ നോക്കുക, നിങ്ങൾ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടാക്കി വെക്കുക. ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? റേറ്റിന്റെ ഏത് ഓർഡർ ആണോ വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഇക്വേഷൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് 4 ഇക്വേഷൻ എന്ന് പറയാം. ഒന്ന് കോൺസെൻട്രേഷന്റെ ഇക്വേഷൻ, ടൈമിന്റെ ഇക്വേഷൻ, ടി ഹാഫിന്റെ ഇക്വേഷൻ, കംപ്ലീറ്റ് ആവാനുള്ള ടൈമിന്റെ ഇക്വേഷൻ. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ കണ്ടുപിടിച്ച് പോവുകയാണ് വേണ്ടത് ഓരോ ഓർഡറിലും. അപ്പോൾ ഞാൻ 0 ഓർഡർ റിയാക്ഷനിലെ ഇക്വേഷൻസ് ഓരോന്നായിട്ട് എഴുതാൻ പോവുകയാണ്. ഇന്റഗ്രേറ്റ് ചെയ്തത് കാണിക്കാതെ ഓരോ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. നോക്കാം. 0 ഓർഡർ റിയാക്ഷനിൽ നമ്മൾ ആദ്യം റേറ്റിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതിയേ? K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R റേസ്ഡ് 0 എന്ന് പറഞ്ഞാൽ K എന്നല്ലേ കിട്ടുക? എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ അവിടെ റേറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രാഫ് വരക്കണം. ആരൊക്കെ തമ്മിലാ ഗ്രാഫ് എന്നറിയോ? റേറ്റും ടൈമും. റേറ്റ് ടൈം ആവാം, എങ്ങനെയാവാം നമുക്ക്. ഞാൻ y ആക്സിസിൽ റേറ്റ് കൊടുത്ത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷനുമായിട്ട് റേറ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫാണ് വരച്ചതെന്ന് കരുതുക. പക്ഷെ ആ കോൺസെൻട്രേഷൻ അത് ഡിപ്പെൻഡ് ചെയ്യൂലല്ലോ. റേറ്റ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ ഗ്രാഫ് വരുന്നത് സ്ട്രൈറ്റ് ലൈൻ ആണ്, പാരലൽ ടു എക്സ് ആക്സിസ് ആണ് വരിക ഒരു ഗ്രാഫ്. ഞാൻ അടുത്ത ഇക്വേഷൻ നോക്കും. ഇതേ സാധനം നമ്മൾ റേറ്റിൻ്റെത് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഇക്വേഷൻ കൊടുക്കുക ചെയ്യുക അല്ലേ. മൈനസ് dr/dt ഈക്വൽ ടു K എന്നല്ലേ കിട്ടുക? എന്നിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്താ വന്നത്? ഫൈനൽ കോൺസെൻട്രേഷൻ R ഈക്വൽ ടു -KT പ്ലസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നല്ലേ വന്നത്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള ഗ്രാഫ് വരക്കണം. ആദ്യം ഞാൻ ആരാ വരച്ചത്? റേറ്റും കോൺസെൻട്രേഷനും തമ്മിൽ. ഇനി വരക്കേണ്ടത് കോൺസെൻട്രേഷനും പിന്നെ ആരും തമ്മിലാണ്? കോൺസെൻട്രേഷൻ R എടുത്തു, പിന്നെ ആര് തമ്മിലാ? ടൈമും തമ്മിലാണ് ഗ്രാഫ് വരക്കുന്നത്. ഇത് നമുക്കറിയാം y ഈക്വൽ ടു mx പ്ലസ് c പോലെയാണ്. വൈയിൽ ആറും എക്സിൽ ടിയും വന്നു. അപ്പോൾ ഇതൊരു സ്ട്രൈറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ ആ ഗ്രാഫ് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇതില് ആരാ സ്ലോപ്പ് വരുന്നത്?
ഇവിടെ നമുക്ക് സ്ലോപ്പ് നോക്കിക്കഴിഞ്ഞാൽ മൈനസ് കെ, എം എക്സിന്റെ അവിടെ മൈനസ് കെ എന്ന് കിട്ടും. അപ്പൊ സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് കെ ആണ്. ഇനി വേണമെങ്കിൽ നമ്മളോട് ഈ y ഇന്റർസെപ്റ്റ് ചോദിക്കാം അല്ലെ. ഈ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് r0 ആണ്. അപ്പോ y ഇന്റർസെപ്റ്റ് c ഈക്വൽ ടു ആരാണ്? r0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇതാണ് നമുക്ക് c ആയിട്ട് വരുന്നത് അല്ലെ, y ഇന്റർസെപ്റ്റ്. അപ്പൊ ആ ഗ്രാഫും കിട്ടി. ആരൊക്കെ തമ്മിലാണ് ആ ഗ്രാഫ് വരച്ചതെന്നൊന്നും നോക്കാം കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ചെയ്തിരുന്ന മറ്റൊരു കാര്യം ഇതിലെ ടൈമിന്റെ ഇക്വേഷൻ ആണ്. ടൈം ഈക്വൽ ടു എന്താ തന്നിരുന്നത്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് ഫൈനൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കെ. ഇതേ ഇക്വേഷൻ കിട്ടിയതാണ്. വേറെ ഒരു ഇക്വേഷൻ വന്നത് ആരൊക്കെയായിരുന്നു? ടി ഹാഫിന്റെ ഇക്വേഷൻ ആണ് അല്ലേ. ടി ഹാഫിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതി ആവണം. ഇവിടെ r0/2 കൊടുത്താൽ r0/2k എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ടി ഹാഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫ് വരച്ചാൽ ഇത് y ഈക്വൽ ടു mx പോലെയാണ്. അപ്പൊ സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണ്, പോസിറ്റീവ് ആണ് ഇവിടെ. അപ്പൊ ഞാൻ അടുത്ത ഗ്രാഫ് ആരൊക്കെ തമ്മിലാണ് വരക്കാൻ പോണത്? ടി ഹാഫ് ആണ്. ടി ഹാഫും പിന്നെ ഇനീഷ്യൽ കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫ് വരച്ചാൽ സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. അതിന്റെ സ്ലോപ്പ് ആരാ? എക്സ് എന്ന് പറഞ്ഞാൽ r0 ആണ്, m 1/2k ആണ്. അപ്പൊ സ്ലോപ്പ് ഈക്വൽ ടു ആരാ? 1/2k എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഞാൻ പറഞ്ഞിരുന്ന ഇക്വേഷൻ ആരെ കുറിച്ചായിരുന്നു? കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമാണ്. കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ റിയാക്ട് ചെയ്ത് ഫൈനൽ കോൺസെൻട്രേഷൻ 0 ആവണം. അങ്ങനെ 0 ആയാൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് എത്രയാണ് കിട്ടുക? r0/k. അത് ഇതിന്റെ ഡബിൾ ആണ്, ടി ഹാഫിന്റെ ഡബിളാ വരിക. അപ്പൊ നമ്മള് 0 ഓർഡർ റിയാക്ഷൻ ഇതേ രീതിയിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന്റെ എല്ലാ ഇക്വേഷൻസും എല്ലാ കൊടുക്കുക, ഗ്രാഫുകൾ കൊടുത്തിട്ട് പോവാം. അടുത്ത ഇനി നമുക്ക് ഏത് ഓർഡർ റിയാക്ഷൻ നോക്കാം? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നോക്കാം. അപ്പൊ ഈ സ്റ്റെപ്പുകളൊക്കെ മനസ്സിലുണ്ടായിക്കോട്ടെ കേട്ടോ. ഇതന്നെയാണ് എല്ലാ സംഗതികളിലും നമ്മൾ ചെയ്തു പോകേണ്ടത്. നോക്കൂ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ റിയാക്ടൻസ് ഗീവ്സ് പ്രൊഡക്ട്സ് എന്നാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എങ്ങനെയാ നമ്മൾ റേറ്റ് എഴുതുക? റേറ്റ് ഈക്വൽ ടു കോൺസ്റ്റന്റ് വരൂലേ? ഇത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ആ റിയാക്ടന്റിന്റെ പവർ എത്രയായിരിക്കണം? 1 ആവുമ്പോഴാണ് ഫസ്റ്റ് ഓർഡർ എന്ന് വിളിച്ചത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക എന്തായിരുന്നു? ആ ഇൻസ്റ്റന്റേനിയസ് റേറ്റിനെ നമുക്ക് എന്ത് എഴുതാം? -dr/dt എന്ന് എഴുതാം. ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് r എന്നാണ് വരിക. അടുത്തത് എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dt-നെ kന്റെ അടുത്ത് കൊണ്ടുപോയി dr-ന്റെ അടുത്ത് r വരണം, എന്നാലേ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ്റഗ്രൽ x dx-ന്റെ കൂടെ x വരണം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് നോക്കൂ, ഈ dt-നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് dr ഇവിടെ കൊണ്ടുവന്നാൽ dr/r ഈക്വൽ ടു -k dt. ഇതാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ r0 to r 1, ടൈമിൻ്റെതോ 0 to t. ഇതാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്.
ഇവിടെ നോക്കിയാ 1/x dxന്റെ ഇന്റഗ്രൽ 1/r drന്റെ ഇന്റഗ്രൽ log r ആണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ഇക്വേഷൻ ഇതാണ് വരിക. ലോഗ് r എന്ന് പറയുമ്പോൾ ടു ദ ബേസ് e ആണ്, അത് മനസ്സിൽ വേണം. അല്ലെങ്കിൽ ln എന്ന് കൊടുക്കാം. ലോഗ് ടു ദ ബേസ് e അല്ലെങ്കിൽ ln എന്ന് കൊടുക്കാം. ഇതിന്റെ ലിമിറ്റ് ഏത് മുതൽ ഏത് വരെയാ? r0 to r ആണ്. ഈക്വൽ ടു മൈനസ് കെ ഡി ടിന്റെ ഇന്റഗ്രൽ, കെ കോൺസ്റ്റന്റ് ആണ്, ഡി ടിൻ്റെത് ടി, അത് വളരെ സിമ്പിൾ ആയിട്ട് മൈനസ് കെ ടി. അതിന്റെ ലിമിറ്റ് ഏത് മുതൽ ഏത് വരെയാ? 0 to t. ഇനി നമ്മൾ ഇവരുടെ ലിമിറ്റ് കൊടുക്കുക. അപ്പൊ ലോഗ് ആർ മൈനസ് ലോഗ് ആർ 0 എന്നാ വരിക. ലോഗ് എ മൈനസ് ലോഗ് ബി ആരാ? ലോഗ് എ ബൈ ബി. അപ്പൊ നമുക്ക് വരിക ലോഗ് ആർ ബൈ ആർ 0 ഈക്വൽ ടു മൈനസ് കെ ടി എന്നാണ് കിട്ടുക. അപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഞാൻ ഇതില് ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഞാൻ ഇത് എടുത്തിട്ട് പിന്നെ വേറൊരു സ്റ്റെപ്പിൽ കൂടെ പോകും. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഈ മൈനസ് ഇവിടെ കൊടുത്താൽ ലോഗ് ആർ 0 മൈനസ് ലോഗ് ആർ ആവും എന്ന് പറഞ്ഞാൽ ലോഗ് ആർ 0 ബൈ ആർ. അപ്പോ ഈ മൈനസ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതൊന്ന് തിരിയും എന്ന് പറഞ്ഞാൽ ലോഗ് ആർ 0 ബൈ ആരാ? ആർ ആയിട്ട് വരും. ഈക്വൽ ടു ആരാ? കെ ടി. ഇതിന്റെ ബേസ് ആരാ? ഇ ആണ്. ആ ബേസ് 10 ആക്കുന്ന രീതികൾ നമ്മൾ പണ്ട് തെർമോഡൈനാമിക്സിൽ ചെയ്തിരുന്നു അല്ലേ? ലോഗിന്റെ ബേസ് 10 ആക്കണമെങ്കിൽ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2.303. അപ്പൊ 2.303 ലോഗ് ടു ദ ബേസ് 10 r0 ബൈ ആർ ഈക്വൽ ടു ആരാ? കെ ടി. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ ഇക്വേഷൻ അവിടുന്ന് കിട്ടൂലേ? കിട്ടും. എന്താ ടൈമിന്റെ ഇക്വേഷൻ വരിക? ടൈം ഈക്വൽ ടു 2.303 by k into log to the base e r0 by r. ഇതാണ് ടൈമിന്റെ ഇക്വേഷൻ വരിക. അപ്പോൾ നമ്മൾ ആരൊക്കെ ഇക്വേഷൻസ് നമുക്ക് ഉണ്ടാക്കേണ്ടത്? ഒന്ന് കോൺസെൻട്രേഷന്റെ ഇക്വേഷൻ വേണം അല്ലേ? അടുത്തതോ ടൈമിന്റെ ഇക്വേഷൻ വേണമായിരുന്നു. ആ ടൈമിന്റെ ഇക്വേഷൻ ഇപ്പൊ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഈ ഇക്വേഷൻ കോൺസെൻട്രേഷന്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അതാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കൂ, ഇവിടെ ലോഗ് ടു ദ ബേസ് ഈ വന്ന ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പില് ആന്റിലോഗ് എടുത്താൽ ലോഗ് ആന്റിലോഗ് എടുത്താൽ ഇ റൈസ്ഡ് പവർ ആവും. ഇവിടെ ലോഗ് ആന്റിലോഗ് എടുത്താൽ ലോഗ് പോവും. ഇവിടെ ആന്റിലോഗ് എടുത്താലോ ഇ റൈസ്ഡ് ഈ പവർ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആന്റിലോഗ് എടുത്താൽ ആർ ഡിവൈഡഡ് ബൈ ആർ 0 ഈക്വൽ ടു ഇവിടെ ഇ റൈസ്ഡ് എന്നാവും പവർ, ഇ റൈസ്ഡ് മൈനസ് കെ ടി. അപ്പോ ആറിന്റെ ഇക്വേഷൻ അവിടെ നിന്ന് കിട്ടൂലേ? ആറിന്റെ ഇക്വേഷൻ വരിക കോൺസെൻട്രേഷൻ, ഫൈനൽ കോൺസെൻട്രേഷൻ ഈക്വൽ ടു r0 ഇൻറ്റു ഇ റൈസ്ഡ് മൈനസ് കെ ടി. ഇതാണ് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന്റെ ഇക്വേഷൻ നമുക്ക് വരുന്നത്. നോക്കിയാൽ ഈ ചെയ്തു പോയ സ്റ്റെപ്പുകൾ നിങ്ങൾ ശരിക്കും നോക്കണം. ഞാൻ ഒരു പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളൂ. ഇനി ഓരോ ഇക്വേഷൻസ് ഇങ്ങനെ എഴുതുകയാണ് ചെയ്യുക. ഇനി നമുക്ക് എന്താ വേണ്ടത്? ടി ഹാഫ് വേണ്ടേ? ടി ഹാഫ് വേണമെങ്കിൽ നോക്കണം കേട്ടോ. ടി ഹാഫിൻ്റെത് ഞാനിതൊക്കെ മായ്ച്ചിട്ടാണ് ഇനി അടുത്ത ടി ഹാഫിൻ്റെ ഇക്വേഷൻ എഴുതുന്നത്. നോക്കൂ, ടി ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതി ആവണം. അപ്പൊ ആ ഫൈനൽ കോൺസെൻട്രേഷന്റെ അവിടെ r0/2 എന്ന് കൊടുത്താൽ മതി. നമ്മുടെ ടൈമിന്റെ ഇക്വേഷനിൽ ആറിന്റെ അവിടെ r0/2 കൊടുത്താൽ ഇവിടെ 2.303 ആണെങ്കിൽ ബേസ് ആരാ? 10 ആണ് കേട്ടോ. ഇവിടെ
ആറിന്റെ വാല്യൂ r0/2 കൊടുത്താൽ ടി ഹാഫ് കിട്ടും. ആ ടി ഹാഫിന്റെ ഇക്വേഷൻ വരുമ്പോൾ നോക്കൂ, ടി ഹാഫ് ഈക്വൽ ടു 2.303/k ഇൻറ്റു ലോഗ് r0/r0/2 എന്നല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ r0 കട്ട് ചെയ്ത് പോയി 2 മുകളിൽ വരും. അപ്പോൾ ടി ഹാഫ് ഈക്വൽ ടു 2.303/k ഇൻറ്റു ലോഗ് 2 ടു ദ ബേസ് 10 ആണ്. ആ ലോഗ് 2ന്റെ വാല്യൂ എത്രയാ? 0.3010. അപ്പോൾ 0.3 ഇൻറ്റു 2 കൊടുത്താൽ നമുക്ക് ടി ഹാഫിന്റെ സമയം കിട്ടുക 0.69/k എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ടി ഹാഫിന്റെ ഇക്വേഷൻ കിട്ടിയില്ലേ? ഇതിലൊരു പ്രത്യേകത ഉണ്ട്. മുമ്പ് നമ്മൾ ടി ഹാഫ് കണ്ടുപിടിച്ചപ്പോൾ അവിടെ r0 വന്നില്ലേ? ഇവിടെ r0 ഇല്ല. അപ്പോൾ ഇവിടെ r0 ഇല്ല. 0.693/k എന്നാണ് നമ്മളെ ടി ഹാഫ് കിട്ടുക. ഇവിടെ r0 ഇല്ലെങ്കിൽ ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് r0. ആ ഒരു കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഓർമ്മയിൽ വെക്കണം. ഇപ്പൊ നേരത്തെ നമ്മൾ 4 ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഒന്ന് കോൺസെൻട്രേഷൻ്റെത്, മറ്റൊന്ന് ടൈമിൻ്റെത്, മറ്റൊന്ന് ടി ഹാഫ്, മറ്റൊന്ന് ടി കംപ്ലീഷൻ കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് 3 ഇക്വേഷൻസ് ആയി ഇപ്പൊ അല്ലേ? ഇനി അടുത്തത് വേണ്ടത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമാണ്. കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ എത്രയാവണം? 0 ആവണം. അപ്പോൾ ഇവിടെ ഫൈനൽ കോൺസെൻട്രേഷൻ 0 കൊടുത്താൽ 1/0 എത്രയാ? ഇൻഫിനിറ്റി. ലോഗ് ഇൻഫിനിറ്റി വരും. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം എത്രയാ? ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് അതുമായി. അപ്പോൾ എല്ലാ ഇക്വേഷൻസും ആയില്ലേ? ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇതെങ്ങനെയാ ഡിറൈവ് ചെയ്തെടുക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഇക്വേഷൻസ് ഇങ്ങനെ ഓരോന്നിൻ്റെ പെട്ടെന്ന് കിട്ടണം നമുക്ക്. ഏത് ഓർഡറാണ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ എല്ലാ ഇക്വേഷൻസുമായി ഓരോന്ന് ഇനി നമ്മൾ എഴുതി നോക്കാം. ഒന്ന് കൂടെ പറഞ്ഞു നോക്കൂ കേട്ടോ. എങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്? ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് റേറ്റിനെ പറ്റിയൊരു ധാരണ ഉണ്ട്. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആറിന്റെ പവർ എത്ര കൊടുക്കണം? 1 കൊടുക്കണം. അടുത്തത് റേറ്റിനെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഉപയോഗിച്ചിട്ട് -dr/dt ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് കൊടുത്തൂടെ? കൊടുക്കാം. അടുത്ത കാര്യം, ഇത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കോൺസെൻട്രേഷന്റെ ഇക്വേഷൻ വേണം. കോൺസെൻട്രേഷന്റെ ഇക്വേഷൻ കിട്ടിയത് R ഈക്വൽ ടു R0 ഇൻറ്റു e⁻−kt എന്നാണ് കിട്ടിയത്. അടുത്തത് ടൈമിന്റെ ഇക്വേഷൻ ആ വേണ്ടി വന്നത്. ടൈം ഈക്വൽ ടു ആരാ? 2.303/k ഇൻറ്റു ലോഗ് r0/r എന്നാണ് ഇക്വേഷൻ കിട്ടിയത് അല്ലേ? ഇതില് ലോഗിന്റെ ബേസ് ആരാ? 10 ആണ്. 2.303 ഇല്ലാതെ പറയാം ആണെങ്കിൽ ലോഗ് ടു ദ ബേസ് ഈ ആക്കിയാൽ മതി. ഇത് കഴിഞ്ഞിട്ട് ടി ഹാഫിന്റെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു നമ്മൾ. ടി ഹാഫിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടി ഹാഫ് ഈക്വൽ ടു ആരാ? 0.693/k. അടുത്തത് നമ്മൾ കണ്ടുപിടിച്ചത് ടി കംപ്ലീഷൻ ആണ്. ടി കംപ്ലീഷൻ എത്രയാ? ഇൻഫിനിറ്റി. അപ്പോൾ ഓരോ ഇക്വേഷൻ നോക്കുക. കോൺസെൻട്രേഷൻ്റെത് R ഈക്വൽ ടു R0 ഇൻറ്റു e⁻−kt. ടൈമിൻ്റെതോ 2.303/k ഇൻറ്റു ലോഗ് r0/r. ടി ഹാഫിൻ്റെ ഇക്വേഷനോ 0.693/k. കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇക്വേഷനോ ഇൻഫിനിറ്റി. ഇനി നമുക്ക് ഗ്രാഫുകൾ വരക്കണം. ഗ്രാഫുകൾ വരക്കുമ്പോൾ നോക്കൂ, ഇതാണ് ആദ്യം റേറ്റ്. ഈ ഇക്വേഷൻ നോക്കിയാ റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ അല്ലേ? അപ്പോൾ y ഈക്വൽ ടു mx പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് വരക്കാൻ നിങ്ങൾക്ക് അറിയൂലേ? ഞാൻ ആരൊക്കെ തമ്മിലാ ഒന്നാമത്തെ ഇക്വേഷൻ ഗ്രാഫ് വരക്കണമെന്ന് നോക്കിയാ
ഒന്ന് റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആയതുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണ്. ഇവിടെ ആരൊക്കെ തമ്മിൽ ഗ്രാഫ്? റേറ്റും പിന്നെ കോൺസെൻട്രേഷനും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ലോപ്പ് ആരാ? കെ ആണ്. അപ്പൊ നമ്മൾക്ക് സ്ലോപ്പ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? കെ എന്ന് കൊടുക്കാം. അടുത്തത് ഇനി നിങ്ങൾ ആരുടെ ഒരു ഗ്രാഫ് വരച്ചിരുന്നത്? കോൺസെൻട്രേഷനും ടൈമും തമ്മിൽ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഗ്രാഫ് നോക്കാം. കോൺസെൻട്രേഷനും ടൈമും തമ്മിലാണ്. കോൺസെൻട്രേഷൻ ആറാണ്, ടൈം ദാ ഇവിടെ ഉണ്ടെങ്കിൽ കോൺസെൻട്രേഷന്റെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? R0 ഇൻറ്റു ഇ റൈസ്ഡ് മൈനസ് കെ ടി. ഇ റൈസ്ഡ് മൈനസ് ആണെങ്കിൽ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആണ്, പ്ലസ് ആണെങ്കിലോ എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ആണ്. അപ്പോ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആണെങ്കിൽ ആ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് വരിക, ഈ ഒരു രീതിയിൽ. എക്സ്പോണൻഷ്യലി ഇ റൈസ്ഡ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയും മൈനസ് എക്സിൻ്റെത് ഇങ്ങനെയാണ്. ഇ റൈസ്ഡ് എക്സ് ഇങ്ങനെ, ഇ റൈസ്ഡ് മൈനസ് എക്സ് ഇങ്ങനെ. അപ്പോ ഇതാണ് നമുക്ക് കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള ഗ്രാഫ് വരിക. അടുത്തത് നമുക്ക് ടി ഹാഫിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നില്ലേ? ടി ഹാഫും പിന്നെ ആരൊക്കെ തമ്മിൽ ആ ഗ്രാഫ് വരച്ചിരുന്നു? ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ടി ഹാഫും ഇനീഷ്യൽ കോൺസെൻട്രേഷനും തമ്മിലാണ്. പക്ഷേ നേരത്തെ നിങ്ങൾക്ക് അത് കിട്ടിയത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R0 ആണെങ്കിൽ ഇവിടെ എങ്ങനെയാ വന്നത്? ഇൻഡിപെൻഡന്റ് ഓഫ് R0 ആണ്. ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അത് നമ്മൾ ചിലപ്പോൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ബയോളജിയിലോ നിങ്ങൾ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാക്ടീരിയൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ അതുപോലെ ഉള്ളത്, ഒരു ബീക്കറിൽ നമ്മൾ ബാക്ടീരിയ വെച്ചു. അങ്ങനെയാണെങ്കിൽ ഓരോ മിനിറ്റിലും ഇത് ഡബിൾ ആവുന്നുണ്ട്. ഓരോ മിനിറ്റിലും ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഡബിൾ ആവുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇതിൽ പകുതിയായി ഒരു 59 മിനിറ്റ് കൊണ്ട് ഒരു വെസലിലെ ബാക്ടീരിയ പകുതിയായിട്ടുണ്ട്. ആ പകുതിയായിട്ടുണ്ടെങ്കിൽ ഇനി എത്ര സമയം എടുക്കും അത് നിറയാൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആ ടൈം നോക്കുന്നത് ഇപ്പോൾ ആ ഉള്ളതുണ്ടല്ലോ, ആ ഉള്ള സാധനം കണ്ടിട്ട് ഡബിൾ ആവണ ഒരു രീതിയാണ്. അടുത്ത ഒരു മിനിറ്റ് കൊണ്ട് അത് ഫുള്ളായിട്ട് ഡബിൾ ആയിട്ടുണ്ടാവും. അതുപോലെ ബന്ധപ്പെട്ട ഒരു സാധനമാണ് ഈ ടി ഹാഫ് എന്ന് പറയുന്നത്. ആദ്യം ഉള്ളത് ഇപ്പം നമ്മൾ ഒരു 10 ഉണ്ട് എന്ന് കരുതുക. 10 ഉള്ളത് പകുതിയാവാൻ 10 എന്നുള്ളത് 5 ആവണം. അതിന് നമുക്ക് എടുക്കുന്ന സമയം 1 മിനിറ്റ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 10,000 ഉണ്ട് എന്ന് കരുതുക. അത് 500 ആവാൻ എത്ര ടൈം എടുക്കും? 1 മിനിറ്റ്. അത് നേരെ തിരിച്ചുള്ള ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞത്, മൾട്ടിപ്ലിക്കേഷൻ. ഇതിൽ 1 കോടി ഉണ്ട് എന്ന് കരുതുക. ഇത് പകുതിയാവാൻ എത്ര ടൈം എടുക്കും? 1 മിനിറ്റ്. ആ ഇനീഷ്യൽ എത്രയുണ്ട് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യില്ല. ഇപ്പോൾ 1 കോടി ഉണ്ടെങ്കിൽ അത് 1/2 കോടി ആവാനും ഒന്നുള്ളത് പകുതി ആവാനും 1 മിനിറ്റ്. ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട സാധനമാണ് കേട്ടോ. നമ്മളിനി ഒരുപാട് ക്വസ്റ്റ്യനിൽ വരും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ, ഒന്ന് R = R0 ഇൻറ്റു ഇ റൈസ്ഡ് മൈനസ് കെ ടി. ടൈമിൻ്റെ ഇക്വേഷനോ 2.303/k ഇൻറ്റു ലോഗ് R0/R. ടി ഹാഫിൻ്റെ ഇക്വേഷൻ 0.693/k. അടുത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ ഗ്രാഫുകൾ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഒട്ടുമിക്ക ചോദ്യങ്ങളും വരിക. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ കുറിച്ച് നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ ടി ഹാഫിന്റെ പ്രത്യേകത വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോണത് കേട്ടോ. ടി ഹാഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിയാൽ, ആദ്യത്തെ ഒരു കോൺസെൻട്രേഷൻ R0 ആണെന്ന് കരുതുക. ഇതില് ഒരു ടി ഹാഫ് കഴിഞ്ഞാൽ ഇത് എത്രയായിട്ടുണ്ടാവും? ഒരു ടി ഹാഫ് എന്ന സമയം കഴിഞ്ഞാൽ ഇതിന്റെ പകുതിയായിട്ടുണ്ടാവും. ഇനി ഒരു ടി ഹാഫും കൂടെ കഴിഞ്ഞു എന്ന് കരുതുക. ഇതെനിക്ക് ഈ ഫസ്റ്റ് ഓർഡറിൽ മാത്രം പറയാൻ പറ്റിയ കാര്യമാണ്. കാരണം എന്താണെന്നറിയോ? ഈ ഇനീഷ്യൽ കോൺസെൻട്രേഷന് അത് ഡിപ്പെൻഡ് ചെയ്യൂല എന്നുള്ളതാണ്.
അപ്പോൾ ഒരു ടി ഹാഫും കൂടെ കഴിഞ്ഞാൽ അത് എത്രയെന്നൊന്നും പ്രശ്നമില്ല. ആദ്യം എത്രയാണോ ഉള്ളത് അതിന്റെ നേർ പകുതി ആയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് എത്രയാവും? R0/4 എന്നായിട്ടുണ്ടാവും. ആ 4നെ ഞാന് 2⁻² എന്ന് എഴുതി കൂടെ എഴുതാം. ഇതിനെന്ത് എഴുതാം? 2⁻1. അങ്ങനെയാണെങ്കിൽ ഒരു ഹാഫ് ലൈഫും കൂടെ കഴിഞ്ഞാൽ ഇപ്പൊ എത്രയാണോ ഉള്ളത് അതിന്റെ പകുതിയാവും. എന്ന് പറഞ്ഞാൽ R0/8 ആവൂലേ? എന്ന് പറഞ്ഞാൽ അത് 2³ അല്ലേ? ആണ്. നോക്കൂ, അപ്പൊ ഓരോ ടി ഹാഫ് ഇപ്പോ നമുക്ക് ഇതുമായിട്ടൊരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇത് ആരാ? ഈ R0/8 എന്ന് പറഞ്ഞാൽ ആരാ? അത് ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്. ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, എത്ര ഹാഫ് ലൈഫ് ആപ്പ കഴിഞ്ഞത്? 1, 2, 3. അങ്ങനെ n ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ എത്രയായിരിക്കും കോൺസെൻട്രേഷൻ ഇനി ബാക്കിയുള്ളത് എന്നറിയണമെങ്കിൽ R0/, എന്ത് കൊടുത്താൽ മതി? നിങ്ങൾക്ക് എന്ത് തോന്നും? 3 ഹാഫ് ലൈഫ് കഴിഞ്ഞപ്പോൾ 2³ നല്ലേ വന്നേ. അപ്പൊ n ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ 2⁻n എന്ന് കൊടുത്തൂടെ? കൊടുക്കാം. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിൽ വേണം. 2⁻n വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണിത്. നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലെ ഒട്ടുമിക്ക ചോദ്യങ്ങളും ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. R = ആരാണ്? R0/2⁻n. ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ആരാണ് n എന്നറിയണം. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹാഫ് ലൈഫ് ആണ്. അല്ലെങ്കിൽ ടോട്ടൽ ടൈം ടി ആണെങ്കിൽ അതിനെ നമുക്ക് n ടി ഹാഫ് എന്ന് എഴുതാം. ടോട്ടൽ ടൈമിന് എന്ത് എഴുതാം? n ടി ഹാഫ് എന്ന് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് R? R എന്ന് പറഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്. ഇപ്പൊ 10 ഉള്ളത് ഒരു 8 ആയി എന്ന് കരുതുക. 10 ഉള്ളത് എന്തായി? 8 ആയാൽ ആ 8 ആണത്. അപ്പൊ റിയാക്ട് ചെയ്തത് എത്രയാ? 2. 10 ഉള്ളത് 8 ആയി കുറഞ്ഞാൽ ഈ 8 ആണ് ഈ 6. അപ്പൊ അവിടെ റിയാക്ട് ചെയ്ത് പോയത് എത്രയാ? 2 ആണ്. അപ്പൊ റിയാക്ട് ചെയ്തതല്ല ഇത്. ഇനി എത്ര ബാക്കി വരുന്നു എന്നുള്ളതാണ്. അപ്പോ കോൺസെൻട്രേഷൻ റിമൈനിങ് ആണത് R എന്ന് പറയുന്നത് അല്ലേ? അപ്പോ റിയാക്ട് ചെയ്തത് എത്രയാ? R0 - R. ഇവിടെ ആരാ? R ആരാ? കോൺസെൻട്രേഷൻ റിമൈനിങ് ആണ്. അപ്പൊ എത്രയാ റിയാക്ട് ചെയ്തത്? R0 - R ആണ് അല്ലേ? അത്രയും റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കോൺസെൻട്രേഷൻ റിയാക്റ്റഡ് കാണാനും റിമൈനിങ് കാണാനും ഇങ്ങനെ മനസ്സിലാക്കി വെക്കണം. R എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ റിമൈനിങ് ആണ്. R0 - R ആരാ? കോൺസെൻട്രേഷൻ റിയാക്റ്റഡ്, എത്ര റിയാക്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പുതുതായിട്ട് ഇവിടെ ഒരു ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് R = R0/R ആണ് 2⁻n. അങ്ങനെയാണെങ്കിൽ നോക്കണേ, ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ടൈം കാണാനുള്ള ഇക്വേഷൻ അത് നമ്മൾക്കറിയാലോ. ടൈം കാണാൻ ടി ഹാഫ് അല്ല, ആര് കാണാനാണ്? ടൈം കാണാൻ. ടൈം കാണാനുള്ള ഇക്വേഷൻ നോക്കൂ, ഇതായിരുന്നു ടൈം കാണാനുള്ള ഇക്വേഷൻ. T = 2.303/k × log to the base 10 R0/, ആരാണ്? R ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഓരോ ടൈം കാണുന്നത് നോക്കിക്കോളൂ കേട്ടോ. എനിക്ക് T 50% കാണണം. T 50% എന്ന് പറഞ്ഞാൽ 50% റിയാക്ട് ചെയ്ത് തീരാൻ എടുക്കുന്ന സമയമാണ്. ഞാൻ എഴുതുന്നത് നോക്കിക്കോ, 2.303/k × log R0 അവിടെ ഇനീഷ്യൽ ഞാൻ 100 ഉണ്ടെന്ന് കരുതി. അങ്ങനെയാണെങ്കിൽ ഫൈനൽ എത്രയാ? 50 ആണ്.
അപ്പോൾ 100/2 എത്രയാ 2 log 2 എന്ന് കിട്ടും. അപ്പോൾ log 2 ആണത്. അപ്പോൾ log 2 ഇത് t half ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, എനിക്ക് എന്ത് വേണമെന്നറിയോ, ഒരു ടി 60% കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം എത്ര കംപ്ലീറ്റ് ആയി? 60% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയാ? 40 ആണ് വരിക. 60% കംപ്ലീഷൻ, ശ്രദ്ധിക്കണം, 60% കംപ്ലീറ്റ് ചെയ്തു ട്ടാ. 60% കംപ്ലീറ്റ് ചെയ്താൽ ബാക്കി വരുന്നത് എത്രയാ? 40% ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 2.303/k ഇൻറ്റു ലോഗ് ഇനീഷ്യൽ എത്രയാ? 100. എത്ര കംപ്ലീറ്റ് ചെയ്തു? 60% കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ബാക്കി വരുന്നത് എത്രയാ? 40. ഇത് ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്, ബാക്കി വന്ന കോൺസെൻട്രേഷൻ ആണ്, അത് ഓർത്ത് വെക്കണം. അപ്പോൾ അത് നമുക്ക് ആ ടൈം കിട്ടും. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം? ആ ടൈം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ ടി 90% കംപ്ലീറ്റ് ചെയ്തത് കാണാം. അങ്ങനെയാണെങ്കിൽ 2.303/k ഇൻറ്റു ലോഗ് 90% കംപ്ലീറ്റ് ചെയ്താൽ ഇനീഷ്യൽ എത്ര കൊടുക്കുക? 100. 90% കംപ്ലീറ്റ് ചെയ്താൽ ബാക്കി വരുന്നത് എത്രയാണ്? 10 ആണ് വരിക. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഇവിടെ log 10 എന്നാണ് വരിക. അപ്പോൾ log 10 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആണ്. log 10 to the base 10 എത്രയാണ്? 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? 1 കിട്ടിക്കഴിഞ്ഞാൽ ഈ ടൈമിന് നമുക്ക് എന്ത് എഴുതാം? 2.303/k ഇൻറ്റു 1 ആണ് വരിക. 90% കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഞാൻ ചില പെർസെൻറ്റേജുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ആ ടൈമുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പെർസെൻറ്റേജ് ഇത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിൽ വന്നാൽ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഞാൻ പറയുന്നത് ചില പ്രത്യേക പെർസെൻറ്റേജുകളെ കുറിച്ചാണ്. ആ പെർസെൻറ്റേജിൻ്റെ പ്രത്യേകത നോക്കിക്കട്ടോ. ഇവിടെ R0 എന്നുള്ള ഒരാളുണ്ടെങ്കിൽ ഒരു ടി ഹാഫ് കഴിഞ്ഞാൽ എത്രയാവും? R0/2 ആവൂലേ? ആവും. അങ്ങനെ എഴുതി പോവാലോ. ഞാൻ ആദ്യം ഇതിന്റെ വാല്യൂ 100 ആണെന്ന് കരുതുക. 100 ആണ് ആദ്യം ഉള്ളതെങ്കിൽ ഒരു ടി ഹാഫ് കഴിഞ്ഞാൽ എത്രയാ ബാക്കി വരിക? ബാക്കി വരുന്നത് 50% ആണ്. ഒരു ടി ഹാഫും കൂടെ കഴിഞ്ഞാൽ എത്രയാ ബാക്കി വരിക? ഇപ്പൊ നോക്കിയാ 2 ടി ഹാഫ് കഴിഞ്ഞു. 50ന്റെ പകുതി എത്രയാ? 25. അടുത്തത് ഒരു ടി ഹാഫും കൂടെ കഴിഞ്ഞാൽ എത്രയാ ബാക്കി വരിക? 12.5. അടുത്തത് ഒരു ടി ഹാഫും കൂടെ കഴിഞ്ഞു എന്ന് കരുതുക. അപ്പൊ എത്രയാ വരിക? 6.25. ഒരു ടി ഹാഫും കൂടെ കഴിഞ്ഞു എന്ന് കരുതുക. അപ്പൊ എത്രയാ വരിക? 3.125. ഒരു ടി ഹാഫും കൂടെ കഴിഞ്ഞു എന്ന് കരുതുക. അപ്പൊ എത്രയാ വരിക? 3.125 അല്ലേ? 1.56 സംതിങ് വരും. ഒരു ടി ഹാഫും കൂടെ കഴിഞ്ഞു എന്ന് വരിക 1.5. അപ്പോൾ ആ 1.6 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എത്രയാ വരിക? 0.8 ആണ്. ഒരു ടി ഹാഫും കൂടെ കഴിഞ്ഞാലോ 0.4 ആണ് വരിക. ഒരു ടി ഹാഫും കൂടെ കഴിഞ്ഞാലോ 0.2. ഒരു ടി ഹാഫും കൂടെ കഴിഞ്ഞാലോ 0.1. ഒരു ടി ഹാഫും കൂടെ കഴിഞ്ഞാലോ അങ്ങനെ കൊണ്ടുപോകാം. നമുക്ക് എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നമുക്ക് 50% കംപ്ലീറ്റ് ആയി അല്ലേ? ഇവിടെയോ 75% കംപ്ലീറ്റ് ആയി. കണ്ടോ? 25 ആയി. അപ്പോൾ 75% കഴിഞ്ഞു. ഇവിടെയോ 87.5% കംപ്ലീറ്റ് ആയി.
ഇതിൽക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ 25 ഇവിടെ 25 12.5 കൂടെ കംപ്ലീറ്റ് ആയി. ഇനി 87.5 6.25 ആയി മാറിയാൽ ഇവിടെ എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം? 87 അല്ലേ 93 എത്ര വരും? 87 6 93 ആയി. പിന്നെ നമുക്കൊരു 75 വരും. അത്രയും പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് നമുക്ക് അയൽക്ക് ഇതും കൂടെ കൂട്ട്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി എന്ന് കിട്ടും? 93 3 വന്നാൽ 96 ആയി. 75 ഉണ്ട്. 125 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 875. അപ്പോൾ 96.875% കംപ്ലീറ്റ് ആയി. അടുത്തത് ഇതും കൂടെ ആഡ് ചെയ്യാം. ഇത് അതിലേക്ക് ആഡ് ചെയ്താൽ 1 കൂടെ ആഡ് ചെയ്താൽ 97 ആയി. 0.875 5 കൂടെ കൂട്ടണം അല്ലേ? അപ്പോൾ 98 വരും സംതിങ് 5 13 അല്ലേ? അപ്പോൾ 97.3% ആണ്. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തത് അതിൽക്ക് നമ്മൾ 0.8 കൂടെ ആഡ് ചെയ്യാം. ഈ 0.8 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് കറക്റ്റ് അല്ലേ നോക്കണേ. 96ക്ക് 1 കൂട്ടിയാൽ 97 ആണ്. 97ഉം പിന്നെ 0.5ഉം 0.8ഉം ഉണ്ട്. 98.3 ആണ് കിട്ടുക. അതിൽക്ക് നമ്മൾ 0.8 ആഡ് ചെയ്താൽ ഇവിടെ കിട്ടുന്ന പെർസെൻറ്റേജ് 99.1 ആണ് കിട്ടുക. 99.1%. ഇത് എന്തിനാണെന്ന് താഴെ ഇനി നമ്മൾക്ക് ആ നമ്പർ എഴുതുമ്പോൾ മനസ്സിലാവും കേട്ടോ. അടുത്തത് നമുക്ക് 99.3% വരും. അടുത്തത് 99.4%. ഇത് കിട്ടിയാൽ നമുക്ക് ഓരോന്നും വളരെ പെട്ടെന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കിക്കട്ടോ. 50% കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം T½ ആണ്. T½ ഇക്വേഷൻ ഒക്കെ അറിയൂലേ? 0.693/k. അടുത്തത് 75% കംപ്ലീറ്റ് ആവാൻ എത്ര T½ 2 T½ ആണ്. അപ്പോൾ 75% കംപ്ലീറ്റ് ആവാൻ 2 T½ അടുത്തത് 87.5% 3 T½ അപ്പോൾ T 87.5% ഈക്വൽ ടു 3 T½ അടുത്തത് ഇവിടെ വരുമ്പോൾ എത്ര പെർസെൻറ്റേജ്? 93.75 T 93.75% ഈക്വൽ ടു 4 T½ ഇത് T 96.875% എത്രയാ? 5 T½ ഇതോ 6 T½ ഇതോ 7 T½ ഇതോ 8 T½ ഇതോ 9 T½ ആണ് വരിക. അങ്ങനെ ഓരോന്നും പെർസെൻറ്റേജുകളും നമുക്ക് കണ്ട് പോവാം. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ഒരു ഇക്വേഷൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണെന്നറിയോ? 50 അതിൻ്റെ പകുതി കൂട്ടി 25 കൂട്ടി, അതിൽക്ക് 25ന്റെ പകുതി കൂട്ടി, അതിൽക്ക് 12.5ന്റെ പകുതി കൂട്ടി, അതിൽക്ക് 6.25ന്റെ പകുതി, അങ്ങനെ കൂട്ടി പോയാൽ ഇവിടെ 1 2 3 4 5 6 7 അങ്ങനെ എഴുതി പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഗതി കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ഇക്വേഷൻസും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെത് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമ്മൾ അറിയാനുള്ളത് സെക്കൻഡ് ഓർഡർ ആണ്. അതിനു മുമ്പ് ഈ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിന്റെ ഇക്വേഷൻസ് ഒക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു. കോൺസെൻട്രേഷന്റെ ഇക്വേഷൻ വന്നത് R ഈക്വൽ ടു എന്ത് ചെയ്യുന്നു? R0 ഇൻറ്റു e⁻−kT. അടുത്തത് ടൈമിന്റെ ഇക്വേഷൻ ആരാ? 2.303/k ഇൻറ്റു ലോഗ് R0/R. അടുത്തത് ആരാ? T½ ഇക്വേഷൻ എന്താ വന്നത്? 0.693/k. അടുത്തത് കംപ്ലീഷന്റെ ടൈം എത്രയാ? ഇൻഫിനിറ്റി. അടുത്തത് n ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ എത്രയാ ബാക്കി ഉണ്ടാവുക? R ഈക്വൽ ടു R0/2n. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻസ് വന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ നോക്കാം. അപ്പോൾ ഈ സെക്കൻഡ് ഓർഡർ അപ്പോൾ ഏത് റിയാക്ഷൻ കാണുകയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് പോയാൽ മതി. ഇനി സെക്കൻഡ് ഓർഡർ കൂടെ നമ്മൾ കാണുള്ളൂ. ഏത് കാണണമെങ്കിലും ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. സെക്കൻഡ് ഓർഡർ റിയാക്ഷനിൽ
നോക്കാം. ആദ്യം ഇങ്ങനെയാണ്. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് ഈക്വൽ ടു എങ്ങനെ എഴുതണം? കെ ഇൻറ്റു കോൺസെൻട്രേഷൻ്റെ സ്ക്വയറിനാണ്. അങ്ങനെയാണെങ്കിൽ റേറ്റിന്റെ അടുത്ത ഇക്വേഷൻ എന്താ? മൈനസ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്ക്വയർ എന്ന് കൊടുത്തൂടെ? കൊടുക്കാം. അടുത്ത സ്റ്റെപ്പില് ഡി ആർ ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ ഡി ടി അല്ലേ? രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ ആർ സീറോ ടു ആർ ആണ്, ഇവിടെയോ 0 to t ആണ്. 1/x സ്ക്വയറിന്റെ ഇന്റഗ്രൽ എങ്ങനെ കാണുക? അപ്പോൾ നമ്മൾ 1/x² dx ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളതെങ്കിൽ ഈക്വൽ ടു ഇന്റഗ്രൽ x റൈസ്ഡ് -2 dx ഈക്വൽ ടു x റൈസ്ഡ് -2 + 1 ഡിവൈഡഡ് ബൈ -2 + 1 ഈക്വൽ ടു x raised -1 divided by -1 equal to -1/x ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കണം. 1/x² dx ഇന്റഗ്രൽ ആരാ? -1/x ആണ്. അത് ആലോചിച്ച് വെച്ചാൽ മതി. 1/x² dx ആരാണ്? -1/x ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1/r² dr അല്ലേ? 1/r² dr ഇന്റഗ്രൽ ആരാ? -1/r. അപ്പൊ നമുക്ക് വരിക -1 കോൺസെൻട്രേഷൻ ഓഫ് ആർ ലിമിറ്റ് ഏത് മുതൽ ഏത് വരെ? R0 to R ആണ് ഈക്വൽ ടു -kdt ആരാ? -kt ലിമിറ്റ് 0 to t ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് രണ്ടോടത്തൊന്നും പോകും. അപ്പൊ നമുക്ക് ആൻസർ വരിക 1 ലിമിറ്റ് കൊടുക്കുക കോൺസെൻട്രേഷൻ ഓഫ് ആർ -1/r0 ഈക്വൽ ടു kt എന്നാണ് വരിക. അപ്പോൾ നമുക്ക് അവിടുന്ന് ടൈമിന്റെ ഇക്വേഷൻ കിട്ടൂലേ? കിട്ടും. ആ ടൈമിന്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ അത് കൊണ്ടുവന്നാൽ മതി. ടൈം കെ താഴോട്ട് കൊണ്ടുവന്നാൽ ടൈമിന്റെ ഇക്വേഷൻ ഈക്വൽ ടു 1/k ഇൻറ്റു 1/ കോൺസെൻട്രേഷൻ ഓഫ് ആർ -1 കോൺസെൻട്രേഷൻ ഓഫ് R0. ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുക. അടുത്തത് അപ്പോൾ ഒരു ഇക്വേഷൻ ആയി. നമ്മൾ എത്ര ഇക്വേഷനാണ് കണ്ടുപിടിച്ചിരുന്നത്? 4 ഇക്വേഷനാണ് കണ്ടുപിടിച്ചിരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ ടൈമിൻ്റെതായി. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ആറിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഈ 1/r0 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ kt + 1/r0 എന്നാണ് കിട്ടുക. എന്നിട്ട് നമുക്ക് അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആറിന്റെ ഇക്വേഷൻ കിട്ടും. നമുക്ക് അതിന് മുമ്പേ t½ ഇക്വേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇവിടുന്ന് ഇവിടെ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആറാണ്, അത് പകുതിയാവണം. അപ്പൊ ഇവിടെ R0/2 കൊടുക്കണം. R0/2 കൊടുത്താൽ 2/r0 -1/r0. അപ്പൊ 1/r0 എന്നല്ലേ കിട്ടുക? അപ്പൊ t½ ഇക്വേഷൻ എന്താ വരിക? 1/kr0. ഇവിടെ നിങ്ങൾ t½ ഇക്വേഷൻ നോക്കിയാ അത് R0നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഫസ്റ്റ് ഓർഡറിൽ ഡിപ്പെൻഡ് ചെയ്തോ? ഇല്ല. 0 ഓർഡറിലോ ഡിപ്പെൻഡ് ചെയ്തു. ഇവിടെ ഇൻവേഴ്സ് ചെയ്യാം, പക്ഷെ 0 ഓർഡറിൽ ഡയറക്റ്റ്ലി ആയിരുന്നു. അപ്പൊ ആ കാര്യങ്ങളും നോക്കണം. ഇനി നമുക്ക് ഇവിടെ ആറിന്റെ ഇക്വേഷൻ ആണ് ഒന്ന് ഉണ്ടാക്കാനുണ്ടായിരുന്നത്. അത് നോക്കുകയാണെങ്കിൽ നോക്കൂ, ഈ 1/r ഇവിടെ വെച്ചിട്ട് 1 കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈക്വൽ ടു kt + 1/r0 എന്നാണ് വരിക. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് അതിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കോൺസെൻട്രേഷൻ കാണാനുള്ള ഇക്വേഷൻ വരുന്നത്. നോക്കാം. ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ
ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ത് കൊടുക്കുക, അവിടെ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ 1/0 എന്ന് വരും. 1/0 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക, ഇൻഫിനിറ്റി. അപ്പോൾ 1/0 ഇൻഫിനിറ്റി ആവുമ്പോൾ ടി കംപ്ലീഷന്റെ ആൻസർ എത്രയാ വരിക, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 4 ഇക്വേഷൻസ് ആയി. അപ്പോൾ നമുക്ക് ഇനി അതിന്റെ എല്ലാ ഇക്വേഷൻസും ഒന്ന് എഴുതി നോക്കാം. നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ കോൺസെൻട്രേഷന്റെ ഇക്വേഷൻ നോക്കാം. നമുക്ക് 1/r ഈക്വൽ ടു എന്താ വന്നത്, KT പ്ലസ് 1/r0 എന്നുള്ള ഇക്വേഷൻ ആണ് വന്നത്. അടുത്തത് ടി ഹാഫിന്റെ ഇക്വേഷൻ ആണ് വന്നത്, ടീന്റെ ഇക്വേഷൻ അല്ലേ. ടീന്റെ ഇക്വേഷൻ 1/k ഇൻറ്റു 1 കോൺസെൻട്രേഷൻ ഓഫ് r മൈനസ് 1/r0. അടുത്തത് ടി ഹാഫ് ആണ് വന്നത്. ടി ഹാഫ് ഈക്വൽ ടു എത്രയാ വന്നേ, 1/kr0. അടുത്തത് ടി കംപ്ലീഷൻ ആണ്. ടി കംപ്ലീഷൻ എത്രയാ, ഇൻഫിനിറ്റി. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഗ്രാഫുകളും വരക്കാം. ഗ്രാഫുകൾ നിങ്ങളൊന്ന് സ്വയം വരച്ച് നോക്കുക. ഞാനത് പറയും കൂടെ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കേട്ടോ.